നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോ മെസ്സി നോ പാർട്ടി. മെസ്സി ഇല്ലാതെ ഇൻറ്റർ മയാമി ജയിച്ചില്ല. മെസ്സിയും ഡീബോളും സ്കോഡിലേ ഇല്ല. എന്താ ഇപ്പോൾ സംഭവിച്ചത്? പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഒരു അറിവുമില്ല. എന്നിട്ടും അവരെ ഹാവിർ മഷ്റാനോ സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല. MLS ഷാർലറ്റ് FCയോടുള്ള മത്സരം ഇൻറ്റർ മയാമി ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത്. റഫറിങ് വളരെ മോശമായിരുന്നു. മയാമിക്ക് ലഭിക്കേണ്ട പെനാൽറ്റി അടക്കം റഫറി നിഷേധിച്ചു. വലിയ പ്രശ്നങ്ങൾ. ഇപ്പം മയാമിക്കെതിരെയുള്ള കളി MLS വരുമ്പോൾ റഫറിങ്, ഒഫീഷ്യേറ്റിംഗ് വളരെ വളരെ മോശമായി മാറുന്നു എന്നൊരു ആരോപണം എന്തായാലും മയാമി ആരാധകർക്കിടയിലുണ്ട്. ഇതിനൊക്കെ പുറമെ ഹാവിർ മഷ്റാനോക്ക് റെഡ് കാർഡും കൊടുത്തു. അടുത്ത കളിക്ക് ഇനിയിപ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല MLS മത്സരത്തിന്. അദ്ദേഹം ഇങ്ങനെ സർക്കാസ്റ്റിക്കായിട്ട് കൈയടിച്ച് ഒക്കെയാണ് അദ്ദേഹം കയറി പോകുന്നത്. ഏതായാലും മയാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നേറ്റ നിരയിൽ മെസ്സി ഇല്ലാതെ അവരിറങ്ങി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് പിൻഡറും ലൂയിസ് സുവാരസും സിൽവറ്റിയും അതുപോലെ മൊറാലസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും മറുഭാഗത്ത് മികച്ച താരങ്ങളുണ്ടായിരുന്നു. വിൽഫ്രഡ് സാഹ അടക്കമുള്ളവരുണ്ടായിരുന്നു. എന്നാൽ ഇരു ഭാഗത്തേക്കും ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ആധിപത്യം ഇൻറ്റർ മയാമിക്ക് തന്നെയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോൾ വന്നില്ല. റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളും അവർക്ക് തിരിച്ചടിയായി. ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് മെസ്സിയെയും ഡീപോളിനെയും കളിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് അടുത്ത മത്സരത്തിനായിട്ട് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ ഇമ്പോർട്ടൻ്റ് ക്ലാഷ് വരികയാണ്. ആ കളി അവർക്ക് ജയിച്ചേ പറ്റൂ നാഷണൽ FCയോട്. ആദ്യപാദ മത്സരം സമനിലയിൽ പിരിഞ്ഞതുകൊണ്ട് അടുത്ത മത്സരം മാർച്ച് 18 അല്ലെങ്കിൽ ഇന്ത്യൻ സമയം പറയും മാർച്ച് 19 പുലർച്ചെ 4:30 നടക്കുന്ന ആ കളി ജയിച്ചേ പറ്റൂ. അതിന് മെസ്സിക്കും ഡീപോളിനും വിശ്രമം കൊടുത്തു എന്നാണ് കളിക്ക് ശേഷം ഹാവിർ മഷ്റാനോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ദർ ആർ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് എഹെഡ് ഓഫ് അസ് എസ്പെഷ്യലി ഓൺ വെനസ്ഡേ ഇൻ ദി കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ്. അതിന് വേണ്ടിയിട്ടാണ് മെസ്സിയെ കളിപ്പിക്കാതെ പുറത്തിരുത്തിയത് എന്ന് തന്നെ ഇപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു. എന്തായാലും ഇൻറ്റർ മയാമി ഈ മത്സരം വിജയിച്ചില്ല. ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 4 കളികളിൽ 7 പോയിൻറ്റോടെ മയാമി ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.